ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ വെടിനിർത്തൽ പ്രഖ്യാപിച്ചതിന് ശേഷമുള്ള ആദ്യ ട്രേഡിംഗ് സെഷനായ ഇന്ന് ഇന്ത്യൻ മാർക്കറ്റിൻ്റെ സെൻറ്റിമെൻറ്റ് പോസിറ്റീവ് ആവാനും ഒരു ഗ്യാപ്പ് അപ്പ് ഓപ്പണിങ്ങിൻ്റെയും സാധ്യതകൾ കാണുന്നുണ്ട്. നിഫ്റ്റി 500 പോയിൻറ്റിൻ്റെ ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് സൂചനകളാണ് നൽകുന്നത്. കഴിഞ്ഞ ഒരാഴ്ച മാർക്കറ്റിൽ വന്ന കറക്ഷനെ വരും ദിവസങ്ങളിൽ റിക്കവർ ആകാനുള്ള സാധ്യതയും കാണുന്നുണ്ട്. കഴിഞ്ഞ ദിവസം മിലിറ്ററി നടത്തിയ പ്രസ് കോൺഫറൻസിൽ ഓപ്പറേഷൻ സിന്ദൂർ വഴി തീവ്രവാദ ക്യാമ്പുകൾ ഫലപ്രദമായി നശിപ്പിക്കാൻ സാധിച്ചെന്നും എല്ലാ ഓപ്പറേഷനുകളും അതിൻ്റെ ലക്ഷ്യത്തിലെത്തിയെന്നും മിലിറ്ററി അവകാശപ്പെട്ടിരുന്നു. ഇത് മാർക്കറ്റിന് ഒരു സ്റ്റെബിലിറ്റി നൽകുന്നുണ്ട്. വരുന്ന 24 മുതൽ 48 മണിക്കൂറിൽ അതിർത്തിയിൽ പ്രകോപനങ്ങളോ റിട്ടാലിയേറ്റ് ആക്ഷനുകളോ ഒന്നും ഉണ്ടാകാതിരിക്കുകയാണെങ്കിൽ മാർക്കറ്റ് സ്റ്റേബിൾ ആകാനും ഫർദർ അപ്സൈഡിലേക്ക് നീങ്ങാനുമുള്ള പോസിബിലിറ്റിയുണ്ട്. ഇന്നത്തെ ട്രേഡിംഗ് സെഷനിൽ ഗ്യാപ്പ് അപ്പ് ഓപ്പണിങ്ങോടുകൂടി 24,500-അടുത്താണ് മാർക്കറ്റ് ഓപ്പൺ ആകുന്നതെങ്കിൽ 24,400, 24,275 തുടങ്ങിയ ലെവലുകളായിരിക്കും ഇന്നത്തെ പ്രധാന സപ്പോർട്ടായി പ്രവർത്തിക്കുക. 24,300-നും 350-നും മുകളിൽ ഇന്ന് മാർക്കറ്റ് സസ്റ്റെയിൻ ചെയ്യുകയാണെങ്കിൽ വരും സമയങ്ങളിൽ 24,500, 24,800, ഈവൻ 25,000 തുടങ്ങിയ ലെവലുകളിലേക്ക് മാർക്കറ്റ് നീങ്ങാൻ സാധ്യതയുണ്ടെന്നും അനലിസ്റ്റുകൾ പറയുന്നു. മാർക്കറ്റിൻ്റെ ഔട്ട്ലുക്ക് ബുള്ളിഷായി മാറിക്കഴിഞ്ഞ സാഹചര്യത്തിൽ ഷോർട്ട് ടൈമിലേക്ക് പരിഗണിക്കേണ്ട ചില സ്റ്റോക്കുകളെ കൂടി പരിചയപ്പെടാം. ഒന്നാമത്തേത് ടാറ്റ ഗ്രൂപ്പിലെ സ്റ്റോക്കായ ടാറ്റ മോട്ടോഴ്സ്. കഴിഞ്ഞ ട്രേഡിംഗ് സെഷനിൽ ടാറ്റ മോട്ടോർ 3.8% ഉയർന്ന് 709 രൂപയ്ക്ക് അടുത്ത് ക്ലോസിംഗ് നൽകി. ടാറ്റ മോട്ടോഴ്സ് ഈ ആഴ്ച മാർക്കറ്റിൻ്റെ ശ്രദ്ധയാകർഷിക്കാൻ സാധ്യതയുള്ള ഒരു സ്റ്റോക്ക് തന്നെയാണ്. മെയ് 18-ാം തീയതി കമ്പനി ക്വാർട്ടർലി റിസൾട്ട് പുറത്തുവിടും. അതോടൊപ്പം തന്നെ കമ്പനി ഡിവിഡൻഡ് കൂടി പ്രഖ്യാപിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ടാറ്റ മോട്ടോഴ്സ് അതിൻ്റെ മെർജ് സ്പ്ലിറ്റ് പ്ലാനുകൾ കൂടി അനൗൺസ് ചെയ്തിരുന്നു. ഇതുമായി ബന്ധപ്പെട്ട റെക്കോർഡ് ഡേറ്റുകളും ഉടൻ തന്നെ ടാറ്റ മോട്ടോഴ്സ് പുറത്തുവിട്ടേക്കാം. കോർപ്പറേറ്റ് അനൗൺസ്മെൻറ്റ് പോയിന്റ് ഓഫ് വ്യൂ ടാറ്റ മോട്ടോഴ്സ് മാർക്കറ്റിൻ്റെ ശ്രദ്ധ ആകർഷിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. കൂടാതെ ഓൾ ടൈം ഹൈയിൽ നിന്നും മികച്ച ഡിസ്കൗണ്ടിൽ ലഭിക്കുന്നതിനോടൊപ്പം ബോട്ടം ലെവലിൽ നിന്നും സ്റ്റോക്കിൽ ബൈയിങ് ആരംഭിക്കുകയും സ്റ്റോക്ക് ബുള്ളിഷ് ട്രെൻഡിലേക്ക് മാറിക്കഴിയുകയും ചെയ്തിട്ടുണ്ട്. വീക്കിലി ക്യാൻഡിൽ പാറ്റേൺ നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ അവിടെ ബുള്ളിഷ് ഡൈവർജൻസ് കൃത്യമായി കാണാൻ സാധിക്കും. സപ്പോർട്ട് ലെവലിൽ നിന്നും സ്റ്റോക്ക് ഹയർ സൈഡിലേക്ക് നീങ്ങി തുടങ്ങിയിട്ടുണ്ട്. വീക്കിലി RSIയും ബൈയിങ് സൂചന തന്നെയാണ് നൽകുന്നത്. വീക്കിലി ചാർട്ട് പാറ്റേൺ നമ്മൾ പരിശോധിച്ചാൽ ഇൻവേഴ്സ് ഹെഡ് ആൻഡ് ഷോൾഡർ രീതിയിലുള്ള ഒരു ചാർട്ട് പാറ്റേൺ ഫോർമേഷനും നെക്ക് ബ്രേക്കൗട്ട് ലെവലിനടുത്തേക്ക് സ്റ്റോക്ക് എത്തുകയും ചെയ്തിട്ടുണ്ട്. ഈ ഫാക്റ്റുകളുടെ പശ്ചാത്തലത്തിൽ ബ്രേക്കൗട്ട് ട്രേഡിംഗ് പോയിന്റ് ഓഫ് വ്യൂവും സ്റ്റോക്കിനെ നമ്മൾക്ക് പരിഗണിക്കാവുന്നതാണ്. 690 മുതൽ 710 രൂപ വരെയുള്ള റേഞ്ചിനിടയ്ക്ക് സ്റ്റോക്കിനെ അക്കുമുലേറ്റ് ചെയ്ത് 780 രൂപയുടെ ടാർഗറ്റ് എയിം ചെയ്യാം. 660 രൂപയുടെ സ്റ്റോപ്പ് ലോസ് വേണം ഡെയിലി ക്ലോസിംഗ് ബേസിസിൽ ടാറ്റ മോട്ടോഴ്സിൽ നമ്മൾ പ്ലേസ് ചെയ്യേണ്ടത്. രണ്ടാമത്തെ സ്റ്റോക്ക് ടാറ്റ ഗ്രൂപ്പിലെ തന്നെ ടാറ്റ ടെക്നോളജിയാണ്. കഴിഞ്ഞ ട്രേഡിംഗ് സെഷനിൽ 1.5% ഉയർന്ന് 665 രൂപയ്ക്കടുത്ത് സ്റ്റോക്ക് ക്ലോസിംഗ് നൽകുകയും ചെയ്തു. ടാറ്റ ടെക്നോളജി എന്ന സ്റ്റോക്കിലും ബോട്ടം ലെവലിൽ നിന്നുള്ള റിക്കവറിയും സ്ട്രോങ് ബൈയിങ് മൊമെൻറ്റവും കാണാൻ സാധിക്കും. ടെക്നിക്കലി സ്റ്റോക്ക് വളരെ അട്രാക്റ്റീവ് ലെവലിലാണുള്ളത്. കൂടാതെ റിസ്ക് റിവാർഡ് റേഷ്യോയും ഫേവറബിൾ ആണ്. ടാറ്റ ടെക്നോളജി എന്ന സ്റ്റോക്കിനെ സംബന്ധിച്ചിടത്തോളം 52 വീക്കിലോ 597 നിന്നും സ്റ്റോക്ക് ഒരു ട്രെൻഡ് റിവേഴ്സൽ സിഗ്നൽ നൽകി കഴിഞ്ഞു. 52 വീക്കായി 1136 അപ്സൈഡ് പൊട്ടൻഷ്യൽ അധികമുള്ള ഒരു സ്റ്റോക്കാണ് ടാറ്റ ടെക്നോളജി. ടാറ്റ ടെക്നോളജിയുടെ ഫിബനാച്ചി റിട്രേസ്മെൻറ്റ് ലെവലായ 47.5 എന്ന ഫിബനാച്ചി റിട്രേസ്മെൻറ്റ് ലെവലിലേക്ക് സ്റ്റോക്ക് റീട്രേസ് ആകാനുള്ള സാധ്യത വളരെ കൂടുതലാണെന്നാണ് ടെക്നിക്കൽ ക്യാൻഡിൽ പാറ്റേണുകളിൽ സൂചിപ്പിക്കുന്നത്. ഇതിൻ്റെ പശ്ചാത്തലത്തിൽ സ്റ്റോക്കിനെ നമ്മൾക്ക് പരിഗണിക്കാം. 688 മുതൽ 668 വരെയുള്ള റേഞ്ചിൽ പൊസിഷൻ എടുത്ത് 625 രൂപയുടെ സ്റ്റോപ്പ് ലോസോടുകൂടി 730, 750 പോലുള്ള ടാർഗറ്റ് വേണം ടാറ്റ ടെക്നോളജി എന്ന സ്റ്റോക്കിൽ നിന്നും എയിം ചെയ്യാൻ. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. താങ്ക് യു.